സന്ദേശ് ഖാലിയിൽ ധാർഷ്ട്യം തുടർന്ന് മമത സർക്കാർ സ്ഥലം സന്ദർശിക്കാനൊരുങ്ങിയ ബി.ജെ.പി. എം.പി. ലോക്നാഥ് ചാറ്റർജിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ബി.ജെ.പി. പ്രതിനിധികളെയും തടഞ്ഞു. പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ പോകാൻ അനുവാദം നൽകില്ലെന്നാണ് പോലീസിന്റെ വാദം. അതേസമയം ഷാജഹാൻ ഷെയ്ഖിന് വീണ്ടും ഇഡിയുടെ നോട്ടീസ് ലഭിച്ച ഈ മാസം 29-ന് ഹാജരാകാനാണ് നോട്ടീസ്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ സന്ദേശ് ഖാലിയിൽ നമുക്കറിയാം ഭരിക്കുന്ന സർക്കാർ തന്നെ ഒരുപക്ഷെ പിന്തുണ നൽകിക്കൊണ്ട് നടക്കുന്ന ക്രമക്കേടുകളാണ്. ഇപ്പോൾ സ്ഥലം സന്ദർശിക്കാൻ ബി.ജെ.പി. എം.പി. ഒരുങ്ങിയപ്പോൾ ഈ നിരോധനാജ്ഞയുടെ കാരണം പറഞ്ഞ് കൂടെ വന്ന ബി.ജെ.പി. പ്രതിനിധികളെയും പോലീസ് തടഞ്ഞു എന്നറിയാൻ സാധിക്കുന്നു. മാത്രമല്ല, ഈ ഷാജഹാൻ ഷെയ്ഖ് വലിയ രീതിയിൽ സാമൂഹ്യ വിരുദ്ധനാണ്. മാത്രമല്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, ഏറ്റവും ഒടുവിലായി റേഷൻ കുംഭകോണമാണ് ഇയാൾക്കെതിരെ ഇ.ഡി. അന്വേഷണം നടക്കുന്നത് ആ ഒരു വിഷയത്തിലാണെന്ന് മനസ്സിലാകുന്നു. പൊതുവിൽ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഐസൻ? തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു അധികാരത്തിൻ്റെ ധാർഷ്ട്യം തന്നെയാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഷാജഹാൻ ഷെയ്ഖിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായതിനു ശേഷവും ആ പ്രദേശത്തേക്ക് പോലീസോ അത് മറ്റു സംവിധാനങ്ങളോ എത്താതിരിക്കുന്നു. 50 ദിവസത്തിലേറെയായി ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബി.ജെ.പിയുടെ പ്രതിനിധി സംഘം ലോക്നാഥ് ചാറ്റർജിയുടെ ഹുബ്ലിയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗം ലോക്നാഥ് ചാറ്റർജിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. പ്രതിനിധി സംഘം സ്ഥലം സന്ദർശിക്കാനെത്തിയത്. ഒരു വനിതാ എം.പി. എന്ന പരിഗണന പോലും നൽകാതെ അവർക്ക് നേരെ വാക്കേറ്റം നടത്തുകയും സന്ദേശ് ഖാലിയിൽ 144 പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പോലീസ് പറയുകയും ചെയ്തു. തുടർന്ന് വാക്കുതർക്കമാവുകയും ഇപ്പോൾ ലോക്നാഥ് ചാറ്റർജിയെ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. തീർച്ചയായും മമതാ സർക്കാരിൻ്റെ ഒരു ധാർഷ്ട്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം ഒരു ലോക്സഭാ എം പി, പ്രത്യേകിച്ച് ഒരു വനിതാ എം പി, ആ പ്രദേശത്ത് വനിതകൾ നേരിട്ട പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനും അത് ഇടപെടുന്നതിനും വേണ്ടി ചെല്ലുമ്പോൾ ഒരു എം പിയെ പോലും കസ്റ്റഡിയിലെടുക്കുന്നതിനും അതുപോലെ തന്നെ തടഞ്ഞു വയ്ക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായ ഒരു വിഷയം. ലോക്നാഥ് ചാറ്റർജിയുടെ യാത്രാമധ്യേ തന്നെ ബജർഹാത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരെ തടഞ്ഞ് തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രദേശത്ത് ഒരു സങ്കീർണമായ അവസ്ഥ നിലനിൽക്കുന്നു. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, റോഹിംഗ്യൻ വിഭാഗങ്ങളുടെ എല്ലാം സ്വാധീനമുള്ള പ്രദേശത്ത് തീർത്തും ഒരു മാഫിയ സംഘം പോലെയാണ് ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഷാജഹാൻ ഷെയ്ഖിൻ്റെ കൂട്ടാളികളും പ്രവർത്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ അനുവദിക്കാതിരിക്കുക എന്നൊരു നീക്കമാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സിൽ നിന്നെല്ലാം തന്നെ അനുമാനിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ 29-ന്, ഈ മാസം 29-ന് വീണ്ടും ഹാജരാകാൻ 4ാം തവണയാണ് ഇ.ഡി. ഷാജഹാൻ ഷെയ്ഖിനെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഷാജഹാൻ ഷെയ്ഖിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് എത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഷാജഹാൻ ഷെയ്ഖും കൂട്ടരും ആ പ്രദേശങ്ങളിൽ, അതായത് സുന്ദർബൻ ഡെൽറ്റ എന്ന പ്രദേശത്തെ ചതുപ്പ് നിലങ്ങൾ കയ്യേറി അവിടെ ചെമ്മീൻ കൃഷി പോലുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നതിനെ ഭൂമി തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ തട്ടിയെടുത്ത ഭൂമിയിൽ നിന്നും അവിടെ നിന്ന് കുടിയൊഴിക്കപ്പെട്ടവരെ എല്ലാം തന്നെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് സ്ത്രീകൾക്കെതിരെ നടന്ന കുറ്റകൃത്യമായി ആരോപിക്കപ്പെടുന്നത്. ദേശീയ വനിതാ കമ്മീഷനും ദേശീയ SC/ST കമ്മീഷനും ഈ വിഷയത്തിൽ നേരിട്ട് സ്ഥലത്തെത്തി അന്വേഷിച്ചിരുന്നു. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു. ഇന്ന് രാവിലെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. ഇതിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ, ക്രമസമാധാന നില എങ്ങനെ എന്നീ വിവരങ്ങളെല്ലാം തന്നെ പരിശോധനാ വിധേയമാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി.ജെ.പി. പ്രതിനിധികൾ, പാർലമെൻറ്റ് അംഗം ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പ്രദേശം സന്ദർശിക്കാൻ ഒരുങ്ങിയത്. സന്ദർശിക്കാൻ ഒരുങ്ങിയപ്പോൾ അവരെ കൂടി തടയുക എന്നത്, അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ ഒരു തരത്തിലും പുറത്തു വരാൻ അനുവദിക്കാതിരിക്കുക എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ബി.ജെ.പി. എം പി തന്നെ ജനം ടിവിയോട് പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ജനം ടിവിയോട് പ്രതികരിക്കാമെന്ന് അവർ അറിയിച്ചിരിക്കുന്നത്. തുടർന്നും എന്താണ് അവിടെ സംഭവവികാസങ്ങൾ നടന്നതെന്ന്, എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് ലോക്നാഥ് ചാറ്റർജി തന്നെ കൃത്യമായി വ്യക്തമാക്കുന്നത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും മമതാ ബാനർജി ഏറെ ധാർഷ്ട്യത്തോടെയുള്ള നീക്കങ്ങൾ നടത്തുന്നു. സന്ദേശ് ഖാലിയിൽ ഒരു ഭരണത്തിൻ്റെ തണലിൽ ഒരു മാഫിയ സംഘം വളരുന്നതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാട് മമതാ ബാനർജി സ്വീകരിക്കുന്നുവെന്ന അതീവ ഗുരുതരമായ ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.